മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. വെരി ഗുഡ്, നല്ല വായന. ദൈവം മോളെ അനുഗ്രഹിക്കട്ടെ. അപ്പം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പം ദൈവത്തിൻ്റെ വചനം വായിച്ചാലുള്ള ഗുണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഗുണമാണ് അത് നമുക്കൊരു ബെറ്റർ ലൈഫ്, നല്ലൊരു മാർഗദർശനം തരും, ജീവനായി മാറും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. അതിനൊരു പശ്ചാത്തലമുണ്ട്. പരീക്ഷകൻ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, 40 ദിവസം ഉപവസിച്ചു, പിശാചിനെ പരീക്ഷിക്കപ്പെടുവാൻ മരുഭൂമി കൊണ്ടുപോയി ഉപവസിച്ചു. അപ്പോൾ വിശന്നു. പരീക്ഷകൻ അടുത്ത് വന്നു. നമ്മളെപ്പോഴാണ് വീക്കാകുന്ന ആർക്കറിയാം? പരീക്ഷകനറിയാം. ആ വീക്ക് പോയിന്റിലാണ് പരീക്ഷകൻ അടുത്ത് വരുന്നത്. അതെപ്പോഴും ഓർത്തോണം. നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് അല്ലെങ്കിൽ ഒന്ന് പൊട്ടിത്തെറിക്കാനിരിക്കുന്ന ഭാഗത്തിൽ ആരെങ്കിലും നമ്മളെ വെതുക്കെ വന്നിങ്ങനെ ഒന്ന് ഞോടിയിട്ട് പോകും. അപ്പോൾ നമ്മൾ ആ ദേഷ്യം എല്ലാം പ്രൊജക്ഷൻ എന്ന് പറയും, അങ്ങോട്ട് ഇടും. അതിൻ്റെയാണ് പ്രൊജക്ഷൻ എന്നൊക്കെ പറയുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. നമുക്ക് ആരോടെങ്കിലുമൊക്കെ ഉള്ള നമ്മുടെ എണ്ണം അന്നേരം വരുന്നവരോട് നമ്മൾ തീർക്കും. അന്നേരം പിള്ളേരാണെങ്കിൽ പിള്ളേരോട്, കെട്ടിയാണെങ്കിൽ കെട്ടിയനോട്, ഭാര്യയാണെങ്കിൽ ഭാര്യയോട്, അമ്മയാണെങ്കിൽ അമ്മയോട്, ആരോടും തീർക്കും. അതിൻ്റെ പേര് പ്രൊജക്ഷൻ എന്നാണ്. എന്താ കാര്യം? പരീക്ഷകൻ ആ ഒരു സാധ്യതയെ മുതലെടുക്കുകയാണ്. നമ്മൾ ക്ഷീണിച്ചിരുന്നപ്പം, സങ്കടപ്പെട്ടിരുന്നപ്പം, ദേഷ്യപ്പെട്ടിരുന്നപ്പം പരീക്ഷകൻ വന്നിട്ട് ആ സാധ്യതയെ മുതലെടുക്കും. ഇതുപോലെ യേശു കർത്താവ് വിശന്നിരുന്നപ്പോൾ പരീക്ഷകൻ ആ വിശപ്പിനെ മുതലെടുക്കാൻ നോക്കിയാണ്. കാണിച്ചിട്ട് പറഞ്ഞു, കല്ലുകൊണ്ട് എന്തുണ്ടാക്ക്? അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്തെ കൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ പരീക്ഷകളെ അതിജീവിക്കുവാൻ, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ പരീക്ഷകൾ, നമ്മൾ പ്രോണ്ടായിട്ടിരിക്കുന്ന വീഴാൻ സാധ്യതയുള്ള മേഖലകളെ പരീക്ഷകൻ അടുത്ത് വരുമ്പോൾ അതിനെ ജയിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കും. വായിക്കാം. സദൃശവാക്യം കുറിക്കണേ. സദൃശവാക്യം 6-ാം അധ്യായം, സദൃശവാക്യം 6-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. സദൃശവാക്യം 6:23. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാകുന്നു. അതെ, കൽപ്പന ഒരു ദീപവും, വായിച്ച മോളെ, കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാകുന്നു. അപ്പം ദൈവത്തിന്റെ വചനം, അതുകൊണ്ടാണ് സങ്കീർത്തനം 119 പറയുന്നുണ്ട്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അപ്പോൾ കൽപ്പന ഈ ദീപമാണ്, ഉപദേശം വെളിച്ചമാണ്, പ്രബോധനത്തിൻ്റെ ശാസനകൾ ജീവൻ്റെ മാർഗമാണ്. അവ നമ്മെ ദുഷ്ടസ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്രവാക്കുകളിൽ നിന്നൊക്കെ എന്തു ചെയ്യും? രക്ഷിക്കുമെന്ന് പറഞ്ഞിരിക്കുക. ഇതൊക്കെ വളരെ ഗൗരവമായിട്ട് ഓർക്കേണ്ട കാര്യമാണ്. ഈ അകത്ത് വചനം ഉണ്ടെങ്കിലേ ജയിക്കാനായിട്ട് ഒക്കത്തുള്ളൂ. ഇന്ന് ഒത്തിരി പേരും തോറ്റുപോകുന്ന മേഖലകളുമുണ്ട്. എനിക്ക് ഇടയ്ക്കൊരു സങ്കടകരമായ ഒരനുഭവം ഉണ്ടായി. അത് പെൺപിള്ളേർക്ക് കല്യാണപ്രായം എത്ര വയസ്സാ? പെൺപിള്ളേർക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായം എത്ര വയസ്സാ? മൈക്കിൽ കൂടെ പറഞ്ഞാക്കളെ, നമുക്കറിയാമെങ്കിൽ പെൺപിള്ളേരുടെ പ്രായം 21. അതാണെൻ്റെ. കൂട്ടിയോ? അറിഞ്ഞില്ല? അറിയണ്ടേ? എൻ്റെ പൊന്നുമക്കൾ അറിയണ്ടാടാ, ആരും അറിയണ്ട. പെൺപിള്ളേരുടെ കല്യാണപ്രായം 18. 21. നേരത്തെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വരെ എത്രയായിരുന്നു? അതാണ് 18. ഈ 18 സമയത്ത് ഉണ്ടായ ഒരു സംഭവം, ഈ കോവിഡ് സമയത്ത് ഉണ്ടായതാണ്. പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്ന ഒരു കൊച്ചു ചെറുക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ എന്നെ വിളിച്ച് കരഞ്ഞു അവരുടെ വീട്ടുകാർ. അപ്പം ഞാൻ പറഞ്ഞു, യാതൊരു കാരണവശാലും പേടിക്കണ്ട. എത്ര വയസ്സായി? 18 ആയില്ല. പേടിക്കണ്ട, നിങ്ങൾ കിടന്ന് ബഹളം വെക്കരുത്, നാട്ടുകാരെ അറിയിക്കരുത്, നാറ്റിക്കരുത്, കൊച്ചിൻ്റെ ഭാവിയാ, ഞാൻ ഇതിനകത്ത് ഇടപെട്ടോളം. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്ത് അവനെ അവിടെ വിളിപ്പിച്ച് 2 പേരെയും കൂടെ എടുത്ത്, പ്രായമായിട്ടില്ല, കൂടി വന്ന ജഡ്ജിൻ്റെ ചേമ്പറിൽ കൊണ്ടുവരും. അവിടുന്ന് 18 വയസ്സായാൽ ചോദിക്കും, ഇല്ലെന്ന് പറയും, പൊക്കോളാൻ പറയും. ഇത്രയേ ഉള്ളൂ. 18 ആയില്ല. എല്ലാം സമ്മതിച്ച്, പേടിക്കരുത്, ആരോടും പറയരുത്, വെറുതെ ശല്യം ഉണ്ടാക്കരുത്, ഇതെല്ലാം പറഞ്ഞ് സമ്മതിച്ച് ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു, ഇന്നലെ 18 ആയെന്ന്. ഇന്നലെ 18 ആയെന്ന് അച്ചായം പോലും ഓർത്തില്ല. പക്ഷെ ആർക്കറിയായിരുന്നു? ചെറുക്കൻ.
അപ്പം ചക്കരവാക്കാണ് 18 എന്നുള്ള ചക്കരവാക്ക്. ഇതിനകത്തെല്ലാം വിടിവിക്കപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്തകത്ത് വേണം? ദൈവത്തിൻ്റെ വചനം അകത്ത് വേണം. പറഞ്ഞ് എന്തകത്ത് വേണം? ദൈവത്തിൻ്റെ വചനം അകത്ത് വേണം. അപ്പം ദൈവത്തിൻ്റെ വചനം അകത്തുണ്ടാകണം. അകത്തുണ്ടായില്ലെങ്കിൽ ഒത്തിരി അബദ്ധങ്ങളുണ്ടാകും. അവിടെയാണ് കുരുക്കുകളിലൊക്കെ ചെന്നപ്പെടുക. ഈ കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അകത്ത് വചനം വേണം. ഞാൻ എപ്പോഴോ പറഞ്ഞ പിള്ളേരോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഈ കലണ്ടറൊക്കെ തൂക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ സംഭവം കണ്ടിട്ടില്ലേ? ഒട്ടിച്ച് വെക്കുന്നേ പറ്റില്ല. എന്താ പറയുന്നത്? വാക്കുമ്പോൾ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ പശയുള്ള ഒട്ടിച്ച് വെക്കത്തില്ലേ? അത് ഇങ്ങനെ കലണ്ടറൊക്കെ തൂക്കിയിടത്തില്ലേ? അങ്ങനെ ഒരു സാധനം ഇപ്പം പുതുവർഷത്തെ നമ്മൾ കലണ്ടർ തൂക്കാൻ വേണ്ടി മേടിച്ച് അവിടെ കൊണ്ട് ഒട്ടിച്ച് വെച്ചു. ഇച്ചിരി കഴിഞ്ഞപ്പം അത് നമുക്ക് തോന്നി അത് അവിടെ വേണ്ട, അപ്പുറത്ത് വെക്കാൻ തോന്നി. അവിടെ ഒട്ടിച്ച് ഇളക്കി വെച്ചു. അപ്പം തോന്നി അവിടെ വെക്കേണ്ട, അകത്തെ മുറി കൊണ്ട് വെക്കാൻ തോന്നി. അവിടെ കൊണ്ട് ഒട്ടിച്ച് വെച്ചു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ തോന്നി അവിടെ വേണ്ട, അന്ന് അടുക്കളയെ കൊണ്ട് തൂക്കിയിടാം എന്ന് വെച്ചു. അവിടെ കൊണ്ട് തൂക്കിയിട്ടു. 3-4 വട്ടം ഇളക്കുകയും ഒട്ടിക്കുകയും ചെയ്താൽ എന്താ പറ്റും? പശ പോകും. ഇതുപോലെ തന്നെയാണ് ജീവിതം. 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരു ചെറുക്കനോട് പ്രേമം തോന്നി, ഒട്ടി. അത് 10-ൽ ഇളക്കി. 11 പോയപ്പോൾ അവിടെ ഒട്ടി. അത് 12-ൽ ഇളക്കി. 12 പോയി. അത് കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ്ങിന് പോയപ്പോൾ അവിടെ ഒട്ടി. അത് എൻട്രൻസ് കോച്ചിങ് കഴിഞ്ഞപ്പോൾ ഇളക്കി. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പോയപ്പോൾ ഒട്ടി. അത് എഞ്ചിനീയറിംഗ് 2ാം വർഷം ഇളക്കി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അടുത്തത് ഒട്ടി. ചുരുക്കി കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിക്കാൻ നേരത്തെ എന്തോ ചെയ്യത്തില്ല, ഒട്ടത്തില്ല. അതുകൊണ്ട് എല്ലാ മക്കളോടും ഈ കാര്യം ഒന്നും ഓർത്തില്ലല്ലോ, ഒരു കാര്യം അങ്ങ് ഓർക്കണം. ഇന്ന് പറഞ്ഞത് പശ കളയല്ലേ. ദൈവത്തെ ഓർത്ത് ഒരു കുഞ്ഞും എന്ത് കളയരുത്? പശ കളയല്ലേ. മക്കളെ മനസ്സിലായോ? മനസ്സിലായ മക്കളെ? പശ പോയാൽ പിന്നെ അവസാനം ഒട്ടത്തില്ല. ഈ ഒട്ടാതെ വരുമ്പോഴാണ് ഡിവോഴ്സിനെ കുറിച്ച് ആലോചിക്കുന്നത്. അതുകൊണ്ട് അപ്പം എന്നോടൊരു കൊച്ചൻ ചോദിച്ചു, അച്ചാച്ച ഒരിടത്ത് തൊട്ടിയിരിക്കുക, അവിടെ അങ്ങ് ഇരുന്നോട്ടെ എന്ന്. ഇനി ഇളക്കിയാൽ പശ പോകുന്നില്ല, അത് അവിടെ ഇരുന്നാൽ കുഴപ്പമില്ല, അങ്ങ് സമ്മതിക്കാൻ. അതും പാടില്ല. ആവശ്യമില്ലാത്തിടത്ത് എന്ത് ചെയ്യുകയും ചെയ്യരുത്, ഒട്ടുകയും ചെയ്യരുത്. അപ്പം ഇന്ന് നിങ്ങൾ എല്ലാ ക്ലാസ്സും ഓർത്തില്ലെങ്കിലും ഇത് മറക്കരുത്. എന്തോ കളയരുത്? പശ. എഴുതിയിടും മക്കളെ എവിടെയെങ്കിലുമൊക്കെ. ഇതൊക്കെ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ട് എല്ലാ മക്കളും എഴുതിയിട്ട് നല്ല കോളമൊക്കെ വരച്ച് എഴുതിയിട്ട്, എന്നിട്ട് നേഴ്സിങ്ങിന് പോകുമ്പോഴും എൻട്രൻസിന് പോകുമ്പോഴും എഞ്ചിനീയറിങ്ങിന് പോകുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ട് പോകണം, എന്തോ കളയരുത്? പശ കളയും. ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പോടാ എൻ്റെ പശ കളയത്തില്ലെന്നങ്ങ് പറഞ്ഞാൽ മതി. അവൻ ആ വഴിക്ക് അങ്ങ് പൊക്കോളും. അവളങ്ങ് ആ വഴിക്ക് പൊക്കോളും. അവൻ നിന്നെ വെടിവെക്കും. എന്ത് പോകരുത്? വലിയ തീരുമാനം ഒന്നും എടുത്തില്ല, ഇതങ്ങ് തീരുമാനിക്കുക, ഞാൻ എന്തോ കളയത്തില്ല, പശ കളയത്തില്ല. അപ്പോൾ ഇനി മക്കളൊക്കെ പോകുമ്പോൾ പ്രേമിക്കില്ലെന്നും പറയാനില്ല. ഒറ്റ കാര്യം അമ്മമാർ പറഞ്ഞു കൊടുത്താൽ മതി, മക്കളെ എന്തോ കളയരുത്, പശ കളയരുത് മക്കളെ. പിന്നെ അവസാനം ഇന്നത്തെ ദൂത ലൈവിലൊക്കെ ഇരിക്കുന്നവരെല്ലാം എഴുതിക്കേ, പശ പോകരുത്. പശ പോകുന്ന ലോകത്തയിപ്പിക്കും. പശ പോകുന്നതിൻ്റെ പേരാണ് തേച്ചിട്ട് പോകാമെന്ന് പറയുന്നത്, അല്ലേ? ആണോ? തിരുവനന്തപുരത്ത് അങ്ങനെ ആണോ? ആണോ? തിരുവനന്തപുരത്തല്ല അങ്ങനെ. ഞാനൊരു ദിവസം അങ്ങ് മടമാറി പോവാണ്. രാത്രി പോവുക, വെളുപ്പിനെ ചെല്ലണം. അപ്പോൾ ഇച്ചിരി നേരത്തെ എന്നിട്ട് അവിടെ കിടന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വെച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു 1:30 കഴിഞ്ഞപ്പോൾ എന്നെ ഒരു പയ്യൻ കരഞ്ഞുകൊണ്ട് വിളിച്ചു. അവൻ ആ തൃശ്ശൂർ ഭാഗത്ത് അവിടുന്ന് ഇവിടുന്ന് വിളിക്കുന്നത്. അച്ഛാ എനിക്കിപ്പോൾ അച്ഛൻ. ഞാൻ ചോദിച്ചു നീ ആരാണ്? ഞാൻ പറഞ്ഞ അച്ഛൻ എന്നെ അറിയാം, ഇന്നതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ശരി, എല്ലാ മക്കളെ ഈ രാത്രി എനിക്കിപ്പം കാണണം. ഞാൻ പറഞ്ഞു ഇവിടെ മക്കളെ ഞാനിങ്ങനെ മലബാറിന് പോവാ. അച്ഛൻ എവിടെ പോകുന്നേ? ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്താണ്. ശരി, അവൻ അവിടെ എല്ലാം ചോദിച്ചു. അപ്പോൾ എൻ്റെ വണ്ടി ഓടിച്ച മോൻ എന്നോട് പറഞ്ഞു, അവൻ കോളേജിൽ പഠിക്കുക. അതുകൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നച്ച ഈ കരച്ചിൽ കേട്ടിട്ട് ഇത് തേപ്പ് കിട്ടിയതാണ്, എനിക്കറിയത്തില്ല ഭാഷ. അപ്പം ഞാൻ ചോദിച്ചു അതെന്തുവാടാ? അതായത് പണ്ട് ആൺപിള്ളേർ പെൺപിള്ളേർ തേച്ചിട്ട് വരുന്നു, ഇപ്പം നേരെ തിരിച്ചാണ്. ഇപ്പം ഒരേ സ്ഥലത്ത് 3-4 എണ്ണത്തെ സെറ്റ് ചെയ്ത് പരസ്പരം അറിയാതെ ആര് വെക്കും? പെൺപിള്ളേർ വെക്കും. എന്നിട്ട് പെൺപിള്ളേർ എന്ത് ചെയ്തിട്ട് പോവും? തേച്ചിട്ട് പോകും. ഇവൻ ആദ്യത്തെ തേപ്പായതിൻ്റെ കരച്ചില്ല, 3-4 എണ്ണം കിട്ടുമ്പോൾ ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ അത് തേപ്പായിരുന്നു. രാവിലെ ഞാൻ നിലമ്പൂരി വന്നപ്പോൾ ഇപ്പം ബൈക്കിൽ അവിടെ വന്ന് നിൽക്കുന്നു എന്നെ കാണാൻ വേണ്ടി. പാവം കൊച്ചൻ, തേപ്പ് കിട്ടിയതാണ്. അപ്പം തേച്ചിട്ടൊക്കെ പോകുമ്പോൾ ഓർത്തോണേ, ഇതെല്ലാം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. ചിലർക്കത് മാനസിക ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കാൻ പരീക്ഷയും വരുമ്പോൾ ഒറ്റ കാര്യം ഓർത്തോണം, ദൈവത്തിൻ്റെ വചനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ പല വഴികളെയും സൂക്ഷിച്ച് ഒഴിയാനായിട്ട് കഴിയും. അതിനെന്ത് വേണം? അപ്പം കൊണ്ട്, കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കാനാണ് പിശാചി വരിക. കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കിയാൽ ദഹിക്കുമോ? ഇല്ല. വയർ അപ്സെറ്റാകും, അത് അപ്പൻഡിസൈറ്റിസ് ആവും, രോഗമാകും, അത് പ്രശ്നമാകും. പിശാചിങ്ങനെ കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കിയാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോന്ന് ഉപയോഗിച്ച് കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കുക.
ഒത്തിരി പേരെ പ്രണയത്തിൻ്റെ കുരുക്കളിപ്പെടുത്തി, ഒത്തിരി പേരെ മയക്കുമരുന്നിൻ്റെ കുരുക്കപ്പെടുത്തി. മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന മക്കളൊക്കെ എന്തിനാ ഉപയോഗിക്കുക? എന്തോ ഒരു വാക്കും ശൂന്യത മാറ്റാൻ വേണ്ടി കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കാൻ പിശാചി വന്ന് പറയുക, കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കാൻ. അത് നിങ്ങളെ ഒത്തിരി നല്ലതാക്കും, ഒത്തിരി ഓർമ്മ കിട്ടും, ഒത്തിരി ക്രിയേറ്റീവാക്കും എന്നൊക്കെ പറഞ്ഞ് കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കാൻ പറയുമ്പോൾ നമ്മുടെ അകത്ത് നാം പറയണം, ഞാൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. അങ്ങനെ വചനം കൊണ്ട് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ വേണം. 2, ദൈവവചനം വായിച്ചാൽ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുവാൻ അത് നമ്മളെ സഹായിക്കും. സങ്കീർത്തനം 119, സങ്കീർത്തനം 119 ശ്രദ്ധിച്ച് കേൾക്കണേ. സങ്കീർത്തനം 119 9 മുതലുള്ള വാക്യങ്ങൾ. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുത്. 11 ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പം ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് എന്തിനെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു? വചനത്തെ. അപ്പം വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാതിരിക്കാം? പാപം ചെയ്യാൻ നമ്മളെ സഹായിക്കത്തില്ല, അതിനെ നമുക്ക് തടയും. വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവത്തോട്. പാപം 2ആണ്. സിൻ ഓഫ് ഒമിഷനുണ്ട്, സിൻ ഓഫ് കമ്മീഷനുണ്ട്. ചെയ്യരുതാത്തത് ചെയ്യുന്നു, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നു. പഠിക്കേണ്ട പ്രായത്തിൽ എന്ത് ചെയ്യണം? പഠിക്കേണ്ട പ്രായത്തിൽ എന്ത് ചെയ്യണം? പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ എന്താണ്? പാപമാണ്. കാരണം ചെയ്യേണ്ടത് എന്ത് ചെയ്യുക? ചെയ്യാതിരിക്കുക. എല്ലാ മക്കളും പറഞ്ഞ് പഠിച്ചില്ലെങ്കിൽ എന്താണ്? പാപമാണ്. എത്രമാത്രം ശമ്പളമാണ് ഗവൺമെൻറ് ടീച്ചേഴ്സിന് കൊടുക്കുക? അത് നമ്മുടെ ടാക്സിൻ്റെ പൈസയാണ്. പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി അവിടെ കൊടുക്കുക. എന്തുമാത്രം അധ്വാനം നിങ്ങളുടെ പേരൻസ് ഉണ്ട്. പിള്ളേരെ ഒരു ജോലിയും ചെയ്യിപ്പിക്കാതെ പഠിച്ചോട്ടെന്ന് വെച്ച് വെറുതെ വിടുമ്പോൾ ഒരു വലിയ ദർശനത്തോടാണ് വിടുക. അപ്പോൾ പഠിക്കേണ്ട പ്രായത്തിൽ എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം. പഠിച്ചില്ലെങ്കിൽ അതെന്താണ്? പാപമാണ്. എല്ലാ മക്കളും എഴുതിയിട്ടേ, പഠിച്ചില്ലെങ്കിൽ എന്താണ്? പാപമാണ്. എഴുതിയിട്ട് പഠിച്ചില്ലെങ്കിൽ പാപമാണ്. ആണോ? പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപമാണ് പഠിച്ചില്ലെങ്കിൽ. കാരണം പഠിക്കേണ്ട പ്രായത്തിൽ നിങ്ങളുടെ ഞാനിപ്പോൾ ഉപദേശിയാണ്. എൻ്റെ ജോലി വേദോസം പറയുന്നുണ്ട്, എൻ്റെ വേല ഉദാസീനതയോടെ ചെയ്തവൻ ശപിക്കപ്പെട്ടവനാണ്. ഞാൻ എൻ്റെ വേല ചെയ്തില്ലെങ്കിൽ, ഉദാസീനതയോടെ ചെയ്താൽ, ഉത്സാഹമില്ലാതെ ചെയ്താൽ ഞാൻ ആരാണ്? ശപിക്കപ്പെട്ടവനാണ്. ഒത്തിരി കഷ്ടപ്പാടുണ്ട് പ്രിയരെ ഞങ്ങളുടെ വേലയ്ക്കൊക്കെ. കോവിഡിൻ്റെ സമയത്തൊക്കെ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഓർത്തു, 2-3 മണിക്കൂറൊക്കെയാണ് ഉറങ്ങിയത്. രാപ്പകലില്ലാത്ത ഓട്ടം, അധ്വാനം, ഉറക്കളപ്പ്. എന്താണ് കാര്യം? നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നൊരു വേലയുടെ ഭാഗമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്യണം. എന്താണോ ദൈവം നമ്മളെ ഏൽപ്പിച്ചത് അത് ചെയ്തില്ലെങ്കിൽ പാപമാണ്. പഠിക്കുന്ന എല്ലാ മക്കളും കൈ ഉയർത്തി കരമുയർത്തിക്കേ. പഠിക്കുന്ന മക്കളെല്ലാം കരമുയർത്തിക്കേ. എഴുന്നേറ്റ് നിന്നേ. പഠിച്ചില്ലെങ്കിൽ എന്താണ്? പാപമാണ്. ഉറക്കെ പറഞ്ഞേ, പഠിച്ചില്ലെങ്കിൽ പാപമാണ്. പണ്ടൊക്കെ ഞങ്ങൾ പറയാം, അടുത്തിരിക്കുന്ന ആടെ കരം കൊടുത്ത് പറയാം. കോവിഡ് ആയതുകൊണ്ട് അത് വേണ്ട, അങ്ങോട്ട് നോക്കി പറഞ്ഞേ. 3-4 പേരോട് പറഞ്ഞേ, എടാ മക്കളെ, എടി സഹോദര മോനെ, എടാ പഠിക്കണം, പഠിച്ചില്ലേ എന്താണ് പാപം? ഉറക്കെ പറ. പറ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറ. 5 പേരോട് പറഞ്ഞേ. തിരിഞ്ഞും മറിഞ്ഞും. ലൈവിൽ ഇരിക്കുന്നവരെ എഴുന്നേറ്റ് അമ്മയോട് പറ, അമ്മേ പഠിച്ചില്ലെങ്കിൽ പാപമാണ്. അമ്മയ്ക്കൊരു സന്തോഷമായിട്ട്. പഠിച്ചില്ലെങ്കിൽ പാപമാണ്. ചക്കരക്കുട്ടന്മാരെല്ലാം കേട്ടോ, പഠിച്ചില്ലെങ്കിൽ പാപമാണ്. എന്നാൽ പഠിക്കാൻ വേണ്ടി 3 കാര്യങ്ങൾ വേണം. ഏത് ജീവിതത്തിനും 3 കാര്യങ്ങൾ വേണം. 1, ജീവിത വിജയത്തിന് ഒരു ദർശനം വേണം. എന്ത് വേണം? ദർശനം വേണം. എന്താണ് ദർശനം? നമുക്ക് ഏറ്റവും വലിയ ദർശനം കർത്താവിനോട് കൂടി ഇരിക്കുകയാണ്. ദാറ്റ് ഈസ് അവർ അൾട്ടിമേറ്റ് ഗെയിം, ടു ബി വിത്ത് ഗോഡ്. ഇന്ന് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല. ദൈവം വരുമ്പോൾ നമ്മളും അവിടെ എന്ത് ചെയ്യണം? കാണണം. ദൈവസാന്നിധ്യത്തിനൊക്കെ അപ്പുറത്ത് 2ാമത്തെ വരവിൽ കർത്താവ് വരുമ്പോൾ നമ്മളും എവിടെ കാണണം? അവിടെ കാണണം. അതിന് വിടപ്പെട്ടാൽ പിന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് വരുന്നവരുണ്ടോ? അതിന് വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ത് ചെയ്യാം? തിരിച്ചു കൊടുക്കാം. ഒറ്റ കാര്യം, അതിൻ്റെ എന്ത് കളയരുത്? ടാഗ് ഒന്നും കളയായിരുന്നാൽ മതി. അല്ലേ? അങ്ങനെയാണോ? കൊടുക്കാം. അത് കൊടുക്കാം. നിങ്ങൾക്കൊരു വണ്ടി മേടിച്ചു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിൽക്കാം. എന്നാൽ കർത്താവിൻ്റെ വരവെങ്കിൽ വെളിപ്പെട്ടെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഏറ്റവും വലിയ നമ്മുടെ ദർശനം, കർത്താവിൻ്റെ വരവെങ്കിൽ എന്ത് ചെയ്യപ്പെടരുത്? വെടപ്പെടരുത്. ഉറക്കെ പറഞ്ഞേ, കർത്താവിൻ്റെ വരവെങ്കിൽ വെടപ്പെടരുത്. അതിനുവേണ്ടി നമ്മളെ ഒരുങ്ങാൻ സഹായിക്കുന്ന എന്താണ്? ദൈവത്തിൻ്റെ
വചനമാണ്. 2, ഷോർട്ട് ടൈം ഗോൾസ് ഉണ്ട്. അതും ദൈവീകമാണ്. നമ്മുടെ ജീവിതത്തെപ്പറ്റി നമുക്കൊരു ദർശനം വേണം, നല്ല ദർശനം വേണം, സ്വപ്നങ്ങൾ വേണം. സ്വപ്നം കാണണമെന്ന് വേദവസത്തിൽ സ്വപ്നം കണ്ട ജോസഫുണ്ട്. സ്വപ്നം കാണണമെന്ന് നമ്മളെ ഇന്ത്യയെ പഠിപ്പിച്ച ഒരു മഹാനുഭാവനുണ്ട്. ആരായിരുന്നു? ഉറക്കെ പറഞ്ഞേ. എപിജെ അബ്ദുൽ കലാം പറഞ്ഞു, നിങ്ങൾ എന്ത് കാണണം? സ്വപ്നം കാണും. സ്വപ്നം കാണുന്നവൻ്റെ അടുക്കൽ ED വരുമോ? ഇൻകം ടാക്സ് വരുമോ? ഇല്ല, പേടിക്കണ്ട. ഒരു ടാക്സ് കൊടുക്കാതെ കാണാൻ ഒക്കുന്നൊരു കാര്യമാണ് എന്ത്? സ്വപ്നം കാണും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്വപ്നങ്ങൾ വേണം. എന്താ സ്വപ്നം? ജീവിതത്തിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ വേണം. വിദ്യാഭ്യാസത്തെക്കുറിച്ച് സ്വപ്നം വേണം. എനിക്കെന്തായി തീരണം? സ്വപ്നം വേണം. സ്വപ്നം കാണുമ്പോൾ ഏറ്റവും നല്ല സ്വപ്നം കാണണം. നമ്മുടെ കഴിവ് വെച്ചുകൊണ്ടല്ല സ്വപ്നം കാണേണ്ടത്, നമ്മുടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് വേണ്ട സ്വപ്നം കാണാം. ജീവിതത്തെക്കുറിച്ച് എന്ത് വേണം? സ്വപ്നം വേണം. എനിക്കെന്തായി തീരണം? ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ആരുടെ കൂടി ഇരിക്കണം? കർത്താവിനോട്. ഉറക്കെ പറഞ്ഞേ, ആരുടെ കൂടി ഇരിക്കണം? കർത്താവിനോട് ഇരിക്കുമ്പം കർത്താവിൻ്റെ കൂടെ പോകണം, അവിടെ കാണണം, അതിനുവേണ്ടി ഒരുങ്ങണം. എന്നാൽ അതിനപ്പുറത്ത് അവിടെ ചെന്നിട്ട് വെറുതെ ഇരിക്കാനും പാടില്ല. പ്രതിഫലങ്ങൾ വേണം. പ്രതിഫലം വേണമെങ്കിൽ ഇന്ന് കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടണം, സുവിശേഷം പറയണം. അതാണ് നമ്മുടെ അവിടുത്തെ പ്രതിഫലം. 2, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്വപ്നങ്ങൾ വേണം. എനിക്കെന്തോ ഒരു ഉയരണം, പഠിക്കണം. അങ്ങനെ വിദ്യാഭ്യാസപരമായി നല്ല സ്വപ്നങ്ങൾ വേണം. അങ്ങനെ സ്വപ്നങ്ങൾ ഉള്ളവരൊന്ന് കൈ ഉയർത്തിക്കേ. എനിക്ക് ഇന്നത് വരെ പഠിക്കണം. ആമ്പിളരൊക്കെ എങ്ങാണ്ടൊക്കെ നോക്കുന്നു, എനിക്ക് ഇന്നത് വരെ പഠിക്കണം. എന്താ മോടെ സ്വപ്നം? മോടെ സ്വപ്നം എന്താ? മക്കളുടെ സ്വപ്നം എന്താടാ? എന്താണോ? ഡോക്ടറാണ്, വെട്ടിപ്പെടുക്കും. മക്കളുടെ സ്വപ്നം എന്താടാ? പൈലറ്റാകണം ആണോ? സയൻറ്റിസ്റ്റ് ആകണം. വെരി ഗുഡ്, സയൻറ്റിസ്റ്റ് ആകണം. അപ്പോൾ നിങ്ങളെല്ലാവരും വേദവസം എടുത്തേക്ക് ആദ്യത്തെ പേജിൽ നിങ്ങളൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഏറ്റവും നല്ല സ്വപ്നം എഴുതി വെച്ചേ. ആരും കാണിക്കരുത്, നിങ്ങൾ മാത്രം കാണാം, നിങ്ങളും ദൈവം മാത്രം. ഇരുന്നോ, ഇരുന്നോണ്ട്. പക്ഷേ ഈ മക്കളെല്ലാം സ്വപ്നം കാണും. ഒന്ന് കണ്ണുപൊട്ടിക്കേ. വേദവസം എടുത്തിട്ട് എഴുതണേ. വേദവസത്തിൻ്റെ സൈഡിൽ നല്ല വൃത്തിയായി. ഇപ്പോൾ എഴുതാൻ ഒത്തില്ലെങ്കിൽ പിന്നെ അന്നേരം നല്ല രീതിയിൽ എഴുതണം. എഴുതിക്കേ. ഇരിക്കേണ്ടവരിരുന്നോ? ഇരുന്നിട്ട് പക്ഷെ നല്ല വൃത്തിയായിട്ട് എഴുതിക്കുക. നിങ്ങൾക്ക് എഴുതാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ഏറ്റവും നല്ല നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എഴുതുക. ഏറ്റവും നല്ലൊരു സ്വപ്നം എഴുതിക്കുക. നിങ്ങൾക്ക് എന്തോ ആകേണ്ടത് എഴുതടാ മക്കളെ, ധൈര്യമായിട്ട് എഴുതിയോ? നല്ല സ്വപ്നം എഴുതിയോ? ഓക്കെ. ഇപ്പം നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നേ? ഇപ്പം ഡോക്ടറാകാൻ ആഗ്രഹിച്ച മോള് ഡോക്ടറാകണമെങ്കിൽ ആദ്യം 12ാം ക്ലാസ് പാസ്സാകണ്ടേ? വേണ്ടേ? ഇതാണ് ഷോർട്ട് ടൈം ഗേൾസ്. അതിന് നല്ല മാർക്ക് കിട്ടിയെങ്കിലേ 10 നല്ല മാർക്ക് കിട്ടിയാലേ 12 നല്ല സ്കൂളിൽ കിട്ടത്തുള്ളൂ. 12 നല്ല സ്കൂളിൽ കിട്ടിയാലേ നീറ്റിൻ്റെ എക്സാം എഴുതണം, പിന്നെ പാസ്സാകണം. വേണ്ടേ? വേണം. അപ്പം ഷോർട്ട് ടൈം ഗോൾസ് ഉണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ ഗോൾ എഴുതുക. എഴുതിയോ? എല്ലാവരും ഗോൾ എഴുതിക്കുക. ഗോൾ എഴുതുമ്പോൾ ചുമ്മാതെ എല്ലാ ജോലിയും പ്രൊഫഷനും നല്ലതാണ്, എങ്കിലും സ്വപ്നം കാണുമ്പോൾ ഏറ്റവും നല്ല സ്വപ്നങ്ങൾ കാണുക, പ്രാപ്തിക്ക് മീതെ ഉള്ളത് കാണുക. ഇനി ആ സ്വപ്നം അപ്പം ദർശനം എഴുതിയോ? എല്ലാവരും എഴുതിയോ? ഉറക്കെ പറഞ്ഞേ. മുമ്പേ പറഞ്ഞ പോലെ ടെൻഷൻ അടിക്കാതെ പറഞ്ഞേ, ഉറക്കെ പറ. എഴുതി. ഇനിയും ആ ദർശനത്തിന് എത്തണമെങ്കിൽ 2 കാര്യം വേണം. ഒന്ന്, ഇപ്പം നിങ്ങൾ പഠിക്കുന്ന പോലെ, ഇപ്പം നിങ്ങൾ ഉറങ്ങുന്ന പോലെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നാൽ ചെല്ലാൻ ഒക്കുവോ? ഇല്ല. ഒക്കുവോ? ഇപ്പം സുഖമായിട്ട് ഉറക്കമല്ലേ? അല്ലേ? എത്ര മണിക്ക് എഴുന്നേക്കും? ക്ലാസ് ഇല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സും പല ഓണാക്കിയിട്ട് കിടന്ന് ഉറങ്ങുക. അപ്പോൾ എത്ര മണിക്ക് എഴുന്നേക്കും? ക്ലാസ് ഒന്നും ഇല്ലെങ്കിൽ എത്ര മണിക്ക് എഴുന്നേക്കും? വീണ്ടും ഓൺലൈൻ ആകുക. ഈ എത്ര മണിക്ക് എഴുന്നേക്കൂടാ? 12 മണി 1 മണി വരെയൊക്കെ കിടന്നുറങ്ങുന്ന പിള്ളേരല്ലേ? 10 മണി വരെയൊക്കെ ഇങ്ങനെ ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് വരത്തില്ലേ? അവരോടെല്ലാം ഞാൻ ഒരു കാര്യം പറയാം. ഈയിടയ്ക്ക് ഒരു പെങ്കൊച്ചൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നു. അവൾ അമ്മയും മോളും മോളുടെ കുഞ്ഞുമായിട്ട്. അപ്പോൾ ഈ മോളുടെ കുഞ്ഞിന് ഉറക്കമില്ല രാത്രി, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന. അപ്പോൾ ഞാൻ ചുമ്മാ തമാശയ്ക്ക് ഈ അമ്മയോട് ചോദിച്ചു, ഇവളെങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. എൻ്റെ മുന്നേ പാസ്റ്ററെ കല്യാണത്തിൻ്റെ തലേ ദിവസം അവൾ 12 മണിക്ക് എഴുന്നേറ്റ് വന്നവർ.
അപ്പോൾ ഈ ഒത്തിരി നേരം കിടന്നുറങ്ങി 12 മണി വരെ ഉറങ്ങുന്ന പെൺപിള്ളേർക്കെല്ലാം ഉറങ്ങാത്ത പെൺപിള്ളേരെ കൊച്ചുങ്ങളെ കിട്ടും. ഒരുപോലെ കണ്ണടയ്ക്കത്തില്ല. കർത്താവ് പറയും, നീ ഒത്തിരി ഉറങ്ങി ആശ്വസിച്ചല്ലേ കുഞ്ഞെ, ഉണർന്നിരുന്ന് ബാബു അക്കിടുകയെന്ന് വെച്ച്. കാരണം ഈ ഉറങ്ങാത്ത പല മക്കളുടെയും പിള്ളേർ അമ്മമാർ ഇഷ്ടംപോലെ എന്ത് ചെയ്തതാ, ഉറങ്ങി ആശ്വസിച്ചതാ. അപ്പം പോട്ടെ, എന്തോരം പഠിക്കണം, എന്തോരം പഠിച്ചാൽ, എന്തോരം അധ്വാനിച്ചാൽ ഈ ദർശനത്തിൽ ചെല്ലാനൊക്കും. ഇങ്ങനെ പഠിച്ചാൽ ഒക്കുവോ? ഇങ്ങനെ പഠിച്ചാൽ ഡോക്ടറാകാമോ? ഇല്ല. അപ്പോൾ എഴുതി വെച്ച്, ദർശനത്തിലെത്തണമെങ്കിൽ കഠിനാധ്വാനം വേണം. എന്തോരം പഠിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. കഠിനമായി അധ്വാനിക്കണം, കഠിനമായി വായിക്കണം, പഠിക്കണം. കഠിനാധ്വാനം വേണം. ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം കഠിനാധ്വാനം ചെയ്തവർ. ഏത് മേഖലയിലും, ബിസിനസ്സിലാണെങ്കിലും ആത്മീയതയിലാണെങ്കിലും ശുശ്രൂഷയിലാണെങ്കിലും കഠിനാധ്വാനം. എന്നോട് ദാനിയേൽ പാസ്റ്റർ പറഞ്ഞു, ഈ 1 മാസം കൊണ്ട് 10,000 കിലോമീറ്റർ വണ്ടി ഓടിയെന്ന് പറഞ്ഞു. ചെറിയ കാര്യമല്ലത്. നടുവിൻ്റെ കണ്ണി പറയും, ഓടുന്നോണ്ടറിയാം. എന്നിട്ടും കഠിനാധ്വാനം ചെയ്തെങ്കിൽ സക്സസ് ആകാനൊക്കത്തുള്ളൂ. അപ്പോൾ കഠിനാധ്വാനം ചെയ്യണം. എത്ര കൂടെ പഠിക്കണം, എത്ര നേരം കൂടെ പഠിക്കണം, വായിക്കണം. രണ്ടും വായിക്കണം, വേദപുസ്തകം വായിക്കണം. അത് ഞാൻ 3 പ്രധാനപ്പെട്ടായിട്ട് വരികയാണ്, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ആയിട്ട്. അപ്പോൾ കഠിനാധ്വാനം വേണം. മക്കളെല്ലാം എഴുതിക്ക്, എത്ര മണിക്കൂറൂടെ കൂടുതൽ പഠിക്കണം. നിങ്ങളുടെ ഈ ദർശനത്തെ എഴുതി വെച്ച്, എത്ര മണിക്കൂർ കൂടുതൽ പഠിക്കണം. നിങ്ങളിപ്പോൾ പഠിക്കുന്ന എത്ര മണിക്കൂറാണ്, എത്ര മണിക്കൂറൂടെ പഠിക്കണം. പഠിച്ചാൽ എനിക്ക് ഈ ദർശനത്തിലെത്താം. ചുമ്മാ 5 മണിക്കൂർ 10 മണിക്കൂർ നമ്മളെ കൊണ്ട് ഒക്കുന്നതിൻ്റെ മാക്സിമം എഴുതിക്കുക. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടൊരു ടൈം ടേബിൾ ഇന്ന് തന്നെ പോയി എഴുതണം. മാക്സിമം അതിനോട് വിശ്വസ്ത പുലർത്തണം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട്, ജയോത്സവം ചർച്ച ഇരുന്നുകൊണ്ടാണ് എഴുതുന്നത്. അല്ലാതെ ഒരു ക്ലബ്ബിൽ ഇരുന്നുകൊണ്ടൊരു ഒരു മോട്ടിവേഷൻ ക്ലാസ് എഴുതുകയല്ല. ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയാണ് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി. എഴുതിക്കേ, എന്തോരം പഠിക്കണം, എനിക്ക് എന്തോരം പഠിക്കുക, എത്ര മണിക്കൂറൂടെ പഠിക്കണം. എഴുതിയോ മക്കൾ? എഴുതിയോടാ. ആമ്പിളെ ചക്കര മുത്തുകൾ നിങ്ങൾ ചാടിച്ചാടി എഴുതിക്കേ, എത്ര മണിക്കൂറൂടെ പഠിക്കണം. എഴുതിയോ? അപ്പം 1 നമുക്കുണ്ടായി. എന്ത് വേണം? ദർശനം. 2 ദർശനത്തിലെത്താൻ വേണ്ടി കഠിനാധ്വാനം. ഒന്നുകൂടെ പറഞ്ഞ്, ദർശനം വേണം, ദർശനത്തിലെത്താൻ കഠിനാധ്വാനം വേണം. 3ാമത്തെ ഒരു കാര്യം, ഇത് രണ്ടും ഉണ്ടെങ്കിലും ദർശനത്തിലെത്തത്തില്ല. 3ാമത്തെ കാരണം പ്രാർത്ഥന വേണം. നിരന്തര പ്രാർത്ഥനയുള്ളവർ മാത്രമേ ജീവിതത്തിൽ ഉയരത്തുള്ളൂ. നിരന്തര പ്രാർത്ഥനയും നിരന്തരമായ വേദപുസ്തക വായനയും ഉണ്ടോ, ജീവിതത്തിൽ ഉയരും. എന്തോരം നേരം പ്രാർത്ഥിക്കും? കൃത്യമായിട്ട് പറയണം. നിങ്ങൾ പറയാം 5 മിനിറ്റ് കള്ളാണ്. ഞാനിപ്പോൾ 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ നോക്കുന്നൊരു കുറവായിരിക്കും. 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ നോക്കുന്നൊരു കുറവായിരിക്കും. അല്ല, ഞാനിപ്പോൾ 5 മിനിറ്റ് തന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയാം, നിങ്ങളെല്ലാം കണ്ണു തുറക്കും. ഇറ്റ്സ് നോട്ട് ഈസി. 5 മിനിറ്റ് പ്രാർത്ഥിക്കുമോ? 5 മിനിറ്റ് ഞാനിപ്പോൾ എണ്ണാം. കണ്ണ് ഉറക്കാതെ 5 മിനിറ്റ് നോൺ സ്റ്റോപ്പ് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കത്തില്ല. നമ്മുടെ വിഷയം കർത്താവേ യേശുവേ അൻപുള്ള ദൈവമേ വിശ്വസ്ത പിതാവേ സ്വത്രോപ്പേ കത്തോണ അമ്മയെ കത്തോണ കർത്താവേ സ്വത്രം ചേട്ടൻ കണ്ടോ കർത്താവേ ബുദ്ധിയുടനെ കർത്താവേ കൊറോണയിൽ നിന്ന് എല്ലാവരും പിടിവിച്ചനെ കർത്താവേ സ്വത്രം കർത്താവേ സഹായിക്കണേ കർത്താവേ. പിന്നെന്തോ പ്രാർത്ഥിക്കുന്നത്? ഇത്രയൊക്കെ തീരുമ്പം 2-3 മിനിറ്റ് കൊണ്ട് തീരും. അല്ല, ഇപ്പം എണ്ണിക്കോ? അപ്പം 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പാടാം. മിനിമം മക്കൾ അരമണിക്കൂർ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും. മിനിമം എത്ര മണിക്കൂർ? എത്ര മണിക്കൂർ? അരമണിക്കൂർ പ്രാർത്ഥിക്കണം. കഠിനമായ പ്രാർത്ഥന. ദർശനത്തിലെത്തണമെങ്കിൽ കഠിനാധ്വാനം മാത്രം പോരാ, എത്തത്തില്ല. അതുകൊണ്ടാണ് പഠിച്ച ഒത്തിരി മക്കളെ എനിക്കറിയാം, പഠിച്ചതുകൊണ്ട് മാത്രം ചെല്ലത്തില്ല. പരീക്ഷയുടെ തലേദിവസം പേടിച്ചു പോയവരുണ്ട്, പരീക്ഷ എഴുതാൻ നേരത്ത് പനി വന്നവരുണ്ട്. കഷ്ടപ്പെട്ട് പഠിച്ചു, പരീക്ഷയായി, ആ തലേദിവസം 104 ഡിഗ്രി പനി, എഴുതാനൊക്കുമോ? ഇല്ല. അപ്പം സ്വയത്തിൽ മാത്രം ആശ്രയിച്ചതുകൊണ്ട് കാര്യമില്ല. ആരിൽ ആശ്രയിക്കണം? ദൈവത്തിൽ ആശ്രയിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? കഠിനമായി പ്രാർത്ഥിക്കണം. അതെങ്ങനെ പ്രാർത്ഥിക്കണം? ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം.
തനിച്ചുള്ള പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥന മാത്രമല്ലാതെ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. തനിച്ച് നമ്മുടെ വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കും. അതല്ലാതെ ഞാൻ തനിച്ച് കിടക്കാൻ ഒരു 10 മിനിറ്റ് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൈപൊക്കിക്ക്. 10 മിനിറ്റ്, സത്യമേ പറയാവൂ, കള്ളം പറയില്ല, ദൈവത്തിൻ്റെ തന്നെ ഇരുന്ന് 10 മിനിറ്റ് ആരും പറയാതെ ഇന്നും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന മക്കൾ കൈപൊക്കിക്ക്. കൈപൊക്കിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല മോനെ, പാടാണത്. ഈ പറയുന്ന പോലെ ഒന്നും എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവസന്ധിയിലാണ്. എങ്കിലും ശ്രമിച്ചാൽ ദൈവം സഹായിക്കും. 1/2 മണിക്കൂർ ദിവസവും പ്രാർത്ഥിക്കും. ആഗ്രഹമുള്ള മക്കളൊന്ന് കൈപൊക്കിക്ക്. തന്നെ 1/2 മണിക്കൂർ പ്രാർത്ഥിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സംഘത്തിന് 20. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ആരുടെ കൈ കൊടുക്കുക? ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. 1/2 മണിക്കൂർ പ്രാർത്ഥിക്കും. അപ്പം നിങ്ങൾ ഈ പറയും, ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളുടെ പേരൻസിന് പാടാ, ചോദിച്ചു നോക്കിയേ, 1/2 മണിക്കൂർ തന്നെ പ്രാർത്ഥിക്കാവോ? നോട്ട് ഈസി. 1/2 മണിക്കൂർ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പാടാണ്. അപ്പം 1/2 മണിക്കൂറെങ്കിലും ദിവസവും എന്ത് ചെയ്തിരിക്കണം? പ്രാർത്ഥിച്ചിരിക്കണം. അത് ചിലപ്പം രാവിലെ 15 മിനിറ്റ്, വൈകിട്ട് 15 മിനിറ്റ്, പക്ഷേ ഉറപ്പാക്കിയിരിക്കണം 1/2 മണിക്കൂർ പ്രാർത്ഥിക്കണം. എഴുതി വെച്ച് 1/2 മണിക്കൂർ മിനിമമാണേ, അത് കൂട്ടണം. കഠിനമായ പ്രാർത്ഥന. 3 കാര്യങ്ങളാണ് ജീവിതത്തിൽ ജയിക്കാൻ വേണ്ടത്. 1, ഉറക്കെ പറഞ്ഞേ എന്ത് വേണം? ദർശനം. ഉറക്കെ പറഞ്ഞേ ദർശനം. 2, കഠിനമായ അധ്വാനം. 3, നിരന്തരമായ പ്രാർത്ഥന. ഒന്നുകൂടെ പറഞ്ഞേ, ദർശനം. 2, കഠിനാധ്വാനം. 3, ഇനി ആദ്യം പറഞ്ഞത് മറക്കരുത്. എന്ത് കളയരുത്? അത് മറന്നു പോകരുത്. ഇതിനിടയ്ക്ക് എന്തോ കളയരുത്? ആണ് ഈ ദർശനത്തിലൊക്കെ എത്തിയിട്ട് ഡോക്ടറായിട്ട് ഇറങ്ങിപ്പോയി എന്തോ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്തോ കളയരുത്? പശ കളയരുത്. അപ്പം അത് മറക്കരുത്. കഠിനമായ ദർശനം വേണം, കഠിനാധ്വാനം ചെയ്യണം, നിരന്തരമായി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എത്ര നേരം പ്രാർത്ഥിക്കണം? മിനിമം എത്ര നേരം പ്രാർത്ഥിക്കണം? 1/2 മണിക്കൂർ പ്രാർത്ഥിക്കണം. ഉറക്കെ പറഞ്ഞ് മിനിമം 1/2 മണിക്കൂർ. എങ്ങനെ പ്രാർത്ഥിക്കണം? പല രീതിയിൽ വേദപുസ്തകത്തിൽ പ്രാർത്ഥിക്കും. എങ്കിലും ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനാ ശൈലിയുണ്ട്. മുട്ട നിന്ന് പ്രാർത്ഥിക്കണം. മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊന്ന് കൈ വെക്കുകയെ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ ആഗ്രഹം എല്ലാം അവിടെ എഴുതി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇതുപോലൊരു കൊച്ചു ഡയറിയോ എന്തെങ്കിലും വേദപുസ്തകത്തിൽ വെച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം, സ്വപ്നങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം എഴുതണം. നമ്മുടെ കയ്യിൽ ഒരു പ്രാർത്ഥനാ കുറിപ്പ് വേണം. അതെല്ലാം ദൈവസന്ധി വെച്ച് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കണം. മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ ഉണ്ടോ? തന്നെ ഒറ്റയ്ക്ക് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടോ? ഒന്ന് കൈ ഉയർത്തിക്കേ. തന്നെ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടോ? ഇല്ല. എൻ്റെ ഒരു സുഹൃത്ത് 4000 ജീവനക്കാർ, 1000 കോടി രൂപയിലേറെ ആസ്തിയുള്ള ഒരു സഹോദരൻ എനിക്കുണ്ട്. എൻ്റെ പ്രായമാണ് അവൻ. ഞങ്ങൾ നല്ല കുഞ്ഞുനാളിലെ സുഹൃത്തുക്കളാണ്. ഈ അടുത്തിടയ്ക്ക് കുറച്ചുകൂടെയൊക്കെ ബന്ധം പുതുക്കി. ഞാനവനെ പഠിച്ചപ്പം അവൻ രാവിലെ 1/2 മണിക്കൂർ രാവിലെ എഴുന്നേറ്റാൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് അവൻ്റെ ഓഫീസിൽ ചെല്ലുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. അവൻ്റെ വലിയൊരു ലക്ഷറി കാറാണ്. ഉച്ചയ്ക്ക് അവന് മുട്ടുകുത്താൻ സമയമില്ല. വണ്ടിയിലാണെങ്കിൽ വണ്ടിക്കകത്ത് അവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ഓണേഴ്സ് സീറ്റിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു സംവിധാനത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ഞാൻ അടുത്തിടയ്ക്ക് കേട്ടത്, അവൻ സെക്രട്ടേറിയറ്റിൽ ഭാര്യയെ കാണാൻ ചെന്നപ്പോൾ അവിടുന്ന് ആ സമയമായപ്പോൾ അവൻ ഇറങ്ങാൻ ഒത്തില്ല. അവിടുത്തെ ബാത്റൂമിൽ കയറി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. 4000 ജീവനക്കാർ, 1000 കോടി ആസ്തി. സമയമായപ്പം ബാത്റൂമിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞപ്പം, അവനല്ല പറഞ്ഞത്, സുഹൃത്താ പറഞ്ഞു. എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം 1/2 മണിക്കൂർ മിനിമം. പ്രാർത്ഥിച്ച് തുടങ്ങിയാൽ എളുപ്പമാണ്. പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ എളുപ്പമാണ്. അപ്പോൾ ഈ ദർശനം എല്ലാം എഴുതി വെച്ചോ? ഈ സ്വപ്നങ്ങളെല്ലാം എഴുതി വെച്ചിട്ട് മക്കളെല്ലാം മുട്ട നിന്നേ. പ്രായമുള്ളവരെല്ലാം അവിടെ ഇരുന്നോട്ടെ. മക്കളെല്ലാം മുട്ട നിന്നേ. മുട്ട നിന്നിട്ട് 2 രീതി പ്രാർത്ഥിക്കാം. വേദോസം പറയുന്നു, കരങ്ങളെ എങ്ങനെ പ്രാർത്ഥിക്കണം? മലർത്തി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കും. വേദോസത്തിൻ്റെ പ്രയർ പോസ്റ്റേഴ്സ് ഉണ്ട്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം, കരങ്ങളെ മലർത്തി പ്രാർത്ഥിക്കാം, മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനൊരു സുഹൃത്തിനെ നിങ്ങൾക്കറിയാമോ? ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചതാരാ? ദാനിയേൽ. എത്ര വയസ്സുണ്ടായിരുന്നു? 17 വയസ്സ്. ദാനിയേലിൻ്റെ ഏകദേശം പ്രായം ആ സമയത്ത് 17കാരാണ്. 17. ജോസഫിന് എത്ര വയസ്സുണ്ടായിരുന്നു സ്വപ്നം കാണുമ്പോൾ? 17 വയസ്സായി. അപ്പോൾ അതുകൊണ്ട് മുട്ട നിന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും മധുര സ്വപ്നങ്ങൾ കാണുന്ന സ്വീറ്റ് 70s സമയത്ത് ജോസഫ് കണ്ട സ്വപ്നം ദൈവികമായ സ്വപ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ 30ാമത്തെ വയസ്സിൽ ബറവോയുടെ കൊട്ടാരത്തിൽ അവിടെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ അവനിലൂടെ വെളിപ്പെടുകയാണ്. മക്കളെ,
മുട്ട നിന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും മുട്ട നിന്നേ ശരിക്കും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഈ കൈ, നിങ്ങൾ എഴുതി വെച്ചതെല്ലാം കൈ പിടിക്കണം, കർത്താവിൻ്റെ കരത്തിലോട്ട് കൊടുത്തേ. ഇതിനകത്ത് ഈ സ്വപ്നത്തിലെത്താൻ, മക്കളെന്നെ ശ്രദ്ധിക്കണേ, ഈ സ്വപ്നത്തിലെത്താൻ ഞാൻ എഴുതി വെച്ച സ്വപ്നത്തിലെത്താനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. അങ്ങനെയുള്ളവരുണ്ടോ? എനിക്ക് ഈ സ്വപ്നത്തിൽ ഞാൻ എഴുതി, പക്ഷേ അതിലെത്താനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. അങ്ങനെയുള്ളവരൊന്നും കൈപൊക്കിക്കേ. ഞാനും അത്ര മിടുക്കലൊന്നുമല്ല. ഞാൻ എഴുതി വെച്ച സ്വപ്നത്തിൽ ചെല്ലാനുള്ള ബുദ്ധി സ്വാഭാവികമായിട്ട് എനിക്കില്ല. അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ഓക്കെ, നിങ്ങളെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കണം. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ് എബേസ് പ്രാർത്ഥിച്ചു, അങ്ങൻ്റെ അതിരിനെ എന്താക്കണം? വിശാലമാക്കണം. അങ്ങയുടെ കരം എൻ്റെ കൂടിയിരിക്കണം. അനർത്ഥങ്ങൾ എനിക്ക് വ്യസനഹേതുവാകാതെ കാക്കണം. അങ്ങയുടെ കൈയിൽ എന്നെ അനുഗ്രഹിക്കണം. 4 പ്രാർത്ഥനയാണ്. പക്ഷെ പിന്നെ നമ്മൾ കാണുന്നു, എബേസ് എന്ന പട്ടണത്തിൽ പാർത്തിരുന്നത് സയൻറ്റിസ്റ്റാണ്. എബേസ് എന്നൊരു പട്ടണത്തിൻ്റെ പേരായി. ആ പട്ടണത്തിൽ പ്രാർത്ഥിച്ചത് ശാസ്ത്രിമാർ അഥവാ ശാസ്ത്രജ്ഞന്മാർ. അത്രമാത്രം ആ ദേശത്തെ മാറ്റാൻ എബേസിനെ ഇടയാക്കിയത് ഒറ്റ കാര്യമാണ്. എബേസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ അതിരിനെ വിശാലാക്കണം.